ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ഈ ചെയിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെയിൻ നോക്കുമ്പോൾ ചെയിൻ അത്യാവശ്യം ലൂസ് ഉണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ചെയിൻ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെയിൻ ലൂബ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. അപ്പോൾ എത്ര ലൂസാക്കിയിട്ട് ഓടുന്ന സമയത്ത് ചെയിൻ്റെ ലൈഫ് കുറയുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതിന് പറഞ്ഞ പോലെ ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയിൻ ചെക്ക് ചെയ്ത് അതിന് ചെയിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഈ ഒരു സർവീസ് കൂടി നമുക്ക് ഓടാനുണ്ട് എന്തെങ്കിലും കേട്ടോ. ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിലേക്ക് നമുക്ക് ഫിൽറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഒരുവിധം അഴുക്ക് ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഇന്നർ പാർട്ടാണത്. ഇതേപോലെ തന്നെ വന്ന ഭാഗമാണത്. പൊടി കയറുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരാം. നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് 12 വോൾട്ടിൻ്റെ 5 ആമ്പിയർ ബാറ്ററി നമുക്ക് വണ്ടിയിൽ ഇരിക്കണം കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.95 ആ റേഞ്ചിൽ വോൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ആയിട്ടാണ്. പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ബാറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ടെസ്റ്റ് അടിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് നോർമൽ അല്ലാത്ത രീതിയിൽ സൗണ്ട് വന്നിട്ടുണ്ട്. അത് ടാപ്പറ്റ് അടിക്കുന്ന പോലെയാണ് സൗണ്ട്. പക്ഷേ ശരിക്കും കംപ്ലയിൻ്റ് അതിൻ്റെ അല്ല, വാൽവ് ഗൈഡിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. കാരണം ഏകദേശം നമുക്ക് കിലോമീറ്റർ ബേസിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം 89,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 89,700 ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിൻ്റെ വാൽവിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻറ്റ് വന്നേക്കണേ. വാൽവ് ഗൈഡിന് തേയ്മാനം വന്നാണ്. നോർമൽ കോമൺ ആയിട്ട് വന്ന കേസാണ്. കാരണം ഇതിന് കൂടി വരുന്ന കംപ്ലയിൻറ്റ് സിലിണ്ടറിന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഹെഡിൻ്റെ അവിടെ ക്യാം ഷാഫ്റ്റ്, വാൽവ് ഗൈഡ് അത്രയും പ്രോബ്ലമാണ് മെയിനായിട്ട് കാണിക്കാറുള്ളൂ. കാരണം അത് കുറച്ചുകൂടി എൻജിൻ ബിൽഡിംഗ് ക്വാളിറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇത് ആ തേയ്മാനം കൊണ്ട് വരുന്ന മിസ്റ്റേക്കാണ് ഈ വന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ സൗണ്ട് കിട്ടിയിരുന്നു. പക്ഷേ നമുക്ക് തൽക്കാലം അങ്ങനെ മാക്സിമം യൂസ് ചെയ്യുക. അതിന് ശേഷം തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അഴിച്ചാൽ മതി. കാരണം ഞാൻ വണ്ടി ഓടിക്കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഓട്ടത്തിലൊക്കെ ചിലപ്പോൾ വണ്ടി ഓഫായി പോവാം. അങ്ങനത്തെ ലക്ഷണമൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കിക്കർ അടിച്ചാലും കിക്കർ കംപ്രഷൻ ഇല്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് പോകും. അങ്ങനെ കംപ്ലയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കണം. അതുവരെയൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. കാരണം ഇനിയിപ്പോൾ അഴിക്കുമ്പോൾ എന്തെങ്കിലും സിലിണ്ടറിനകത്തൊക്കെ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് മാക്സിമം നോക്കിയിട്ട് കാണിച്ചാൽ മതി. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ സെൽഫ് ഇൻഡിക്കേറ്ററിൻ്റെ റിലേ യൂണിറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കറക്റ്റായിട്ട് ഫ്ലാഷിംഗ് ഒന്നും കറക്റ്റല്ല. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതിയിൽ ആവറേജ് ഈ സൈഡിലേക്ക് എത്തിയത് കൊണ്ടിരിക്കണം. സെൻട്രൽ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഡിക്കേഷൻ ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഉപയോഗിക്കാണ്ട് വലിയ മഴ പെയ്യുന്നേക്കാളും മുമ്പ് മാറ്റിയിടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഫ്രണ്ട് ടയർ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നെക്സ്റ്റ് സർവീസിൽ നമുക്കൊരു വർഷം മാറ്റേണ്ടി വന്നേക്കും. കാരണം അതിൻ്റെ കറക്റ്റ് ഇൻഡിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഈ വരുന്ന ഡോട്ട് ആ ലൈനാണ്. അപ്പോൾ അതിനകത്ത് ഒരു പാഡ് സെറ്റ് ഏകദേശം എൻ്റെ ലൈനിലേക്ക് അടുത്തേക്ക് നെക്സ്റ്റ് സർവീസ് എന്തെങ്കിലും ഒരു 10,000-3000 കിലോമീറ്ററാണ് അടുത്ത സർവീസ് പറയാം. അതുവരെ എന്തെങ്കിലും ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗും മാറ്റിയേക്കുന്നതായിരിക്കണം. കാരണം പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല. എന്നാൽ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. നിലവിൽ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം, ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷർ മാറ്റാനുണ്ട്. പിന്നെ വാഷിങ്ങിൻ്റെ കേസ് പറഞ്ഞില്ല. വാട്ടർ സർവീസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ചെയിൻ കൂടി ഒന്ന് ക്ലീൻ ചെയ്യിച്ച് ചെയിൻ ലൂബ്രിക്കേഷൻ കൂടി ഒന്ന് ചെയ്തു പോകാം. അപ്പോൾ വാഷിംഗ് കിട്ടിയ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യിക്കാം നമുക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് നോക്കോളും. അപ്പോൾ എന്നിട്ട് ചെയിൻ ലൂബ് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ക്ലിയറായിട്ട് കിടന്നോളും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ വാട്ടർ സർവീസും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നോക്കിയിട്ട്. ഇപ്പോൾ വാട്ടർ സർവീസിൻ്റെ കേസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം. എന്തായാലും നമുക്കൊരു വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ. പിന്നെ വാഷിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ